എല്ലാവർക്കും നീറ്റ് റിപ്പീറ്റ് ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനും സൂപ്പർ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ ഇല്ല എന്നാണ്. നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ആലോചിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല. സത്യത്തിൽ +2 വരെ എൻ്റെ ജീവിതത്തിൽ ഓൾമോസ്റ്റ് എല്ലാ എക്സാമും ഞാൻ എക്സാം തലേന്നാണ് പഠിച്ചിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് അത്യാവശ്യം നല്ല മാർക്സ് ഉണ്ടായിരുന്നു. 10th എനിക്ക് ഫുൾ A+ കിട്ടി. +2 5 A+ 1 A. കെമിസ്ട്രിയിൽ എനിക്ക് വെറും 9 മാർക്കിനാണ് A+ പോയത്. ഞാൻ മുഴുവൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തെറ്റായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നീറ്റും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിന്റെ ആദ്യത്തെ റിപ്പീറ്റിൽ ഞാൻ ഫെയിൽ ആയതുകൊണ്ട് പറ്റൂല എന്ന് തെളിയിച്ചു. ആ തോൽവിക്ക് ശേഷമാണ് എനിക്കൊരു വാശി വന്നത്. അതെന്തുകൊണ്ട് സ്കൂളിൽ നല്ല മാർക്ക് ഇട്ടിരുന്ന എനിക്ക് ഇത് പറ്റാത്തത്? അങ്ങനെ എന്റെ സെക്കൻഡ് റിപ്പീറ്റിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി ശരിക്കും കഷ്ടപ്പെട്ട് പഠിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ആദ്യ എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എക്സാം എഴുതാൻ പോലും ഞാൻ പോകുന്നില്ല എന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു, ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, പോയി എഴുതി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതി. പക്ഷെ വീണ്ടും എനിക്ക് വേണ്ട സ്കോർ കിട്ടിയില്ല. എന്റെ മാർക്ക് അന്ന് 450+. അതേസമയം റിപ്പീറ്റ് മാത്രം ചെയ്ത എന്റെ അനിയത്തിന്റെ സ്കോർ 500+. പക്ഷെ എന്റെ അപ്പൻ്റെ അടുത്ത് ചോദിച്ചത് വേറെ ഒന്നായിരുന്നു, ഇനി എന്താ എന്റെ പ്ലാൻ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വട്ടം കൂടി നീറ്റ് റിപ്പീറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ എന്റെ അപ്പ പറഞ്ഞു, അനക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെയ്തോ, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന്. ഇന്ന് ഞാൻ ഗവൺമെന്റ് തിരുവണ്ണാമലൈ മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പഠിക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് മാത്രം വെച്ചിട്ട് എൻട്രൻസ് പഠിക്കാൻ തിരഞ്ഞെടുക്കരുത്. എൻട്രൻസ് എന്നത് ഒരു ടാലന്റ് മാത്രം നോക്കുന്ന എക്സാം അല്ല. അതിനൊരു കൺസിസ്റ്റൻസി വേണം, ഡിസിപ്ലിൻ വേണം, മെന്റലി സ്ട്രോങ് ആയിരിക്കണം. ഫെയിലിയർ വന്നാലും വീണ്ടും എഴുന്നേൽക്കാൻ പറ്റണം. ഇതൊന്നും ഇല്ലാണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ആരും നിൽക്കരുത്. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫെയിലിയർ നിങ്ങളുടെ കഥയുടെ അവസാനം ഒരിക്കലും ആവില്ല.